UAE ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ ഈ കൗമാരക്കാർക്കിടയിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് അധികം വൈകാതെ നിയന്ത്രണം വരാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ പറയാനുള്ളത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ വളരെ ഗൗരവമായി GCC ഗവൺമെന്റ് തലത്തിൽ നടക്കുന്നുണ്ടെന്നാണ് മെറ്റയുടെ റീജിയണൽ സെയിൽസ് ഡയറക്ടർ അഷ്റഫ് കൊഹൈൽ വെളിപ്പെടുത്തുന്നത്. നിയന്ത്രണമില്ലാതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഇപ്പോൾ കുട്ടികൾക്കടക്കം കഴിയുന്നുണ്ട്. അത് കുട്ടികളിൽ, പ്രത്യേകിച്ച് കൗമാരക്കാരിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലടക്കം ശ്രദ്ധ വേണം എന്നാണ് ഗവൺമെന്റുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ, ഐഡന്റിറ്റി സൊല്യൂഷൻസിന്റെ സഹായത്തോടെ ഈ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കുട്ടികളിലെ അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം പല രാജ്യങ്ങളും ബാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓസ്ട്രേലിയ കംപ്ലീറ്റ്ലി അത് ബാൻ ചെയ്തിട്ടുണ്ട്. 16 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ ഉപയോഗം അവര് ബാൻ ചെയ്തിരിക്കുകയാണ്. ഫ്രാൻസിലും പല US സ്റ്റേറ്റ്സിലും ഒക്കെ കർശനമായ ഉപാധികളോട് അത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ചൈനയിൽ ഏത് തരത്തിലുള്ള കണ്ടന്റുകളാണ് ഈ ടീനേജേഴ്സ് കാണേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ നിയന്ത്രണം വന്നിട്ടുണ്ട്. UAE-യിലും ഇപ്പൊ സ്കൂളുകളിലൊക്കെ മൊബൈൽ ഫോൺ ബാൻ ചെയ്തിട്ടുണ്ട്, ചിലയിടത്ത് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും സോഷ്യൽ മീഡിയ സർഫ് ചെയ്യുന്ന കാര്യത്തിൽ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ കൗമാരക്കാർക്കിടയിൽ നിയന്ത്രണം വേണമെന്നുള്ള ഒരു ആവശ്യം രക്ഷിതാക്കൾ അടക്കം ഉന്നയിക്കുന്ന കാര്യമാണ്. ഇത് വളരെ ഗൗരവത്തോടെ GCC രാജ്യങ്ങൾ പരിഗണിക്കുന്നു. ഗവൺമെന്റ് തലത്തിൽ ടെക് കമ്പനികളുമായി വളരെ ഗൗരവത്തോടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നാണ് മെറ്റയുടെ റീജിയണൽ സെയിൽസ് ഡയറക്ടർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.